Today we will discuss some problems. The first question is find the Laplace transform of first one sin 2t into sin 3t. Second one sin cube 2t. ഫസ്റ്റത്തെ ഫംഗ്ഷൻ ഇതാണ് sin 2t into sin 3t. രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആണ്, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഫംഗ്ഷനെ നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷനായിട്ട് റിപ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. വി നോ ദാറ്റ് സൈൻ എ സൈൻ ബി, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം സൈൻ 2t സൈൻ 3t. അത് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ ഫോമിലാണുള്ളത് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1/2 cos t മൈനസ് cos 5t എന്ന് വെച്ചാൽ സൈൻ എ സൈൻ ബി എന്ന് പറയുന്നത് എന്താണ്? 1/2 ഇൻറ്റു കോസ് ബി മൈനസ് എ അല്ലെങ്കിൽ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഇതാണ് സൈൻ എ സൈൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റിലേഷനാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിതിനെ മാറ്റി എഴുതി. ദെൻ ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യേണ്ട വന്നില്ല, നമ്മൾ ജസ്റ്റ് അതിനൊന്ന് റീപ്ലേസ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി, ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. ദെൻ ബൈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി of Laplace transform we will have Laplace transform of sin 2t into sin 3t, which is equal to Laplace transform of this function 1/2 into cos t minus cos 5t. അപ്പോൾ അതിൽ നമുക്ക് ലീനിയറിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos t മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഇവിടെ 1/2 ഇതിന് കോമൺ ആണ് കേട്ടോ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 5t. അപ്പോൾ അതിൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos t എന്ന് പറയുന്നത് എന്താണ്? cos tൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം s/s² പ്ലസ് 1 അല്ലേ, s² പ്ലസ് a² ആണ്. ഇവിടെ a എന്ന് പറയുന്നത് cos 8t അല്ലേ, a എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് വരും, s/s² പ്ലസ് a² എന്ന് പറയുന്നത് cos 8t ആണ്, ഇവിടെ cos t ആണ്. അപ്പോൾ 1 ആണ്, a എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, അതുകൊണ്ട് 1² 1 മൈനസ് cos 5tൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം s/s² പ്ലസ് a എന്ന് പറയുന്നത് 5 ആണ്, 5² എന്ന് പറയുമ്പോൾ 25. പിന്നെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത s² പ്ലസ് 25 s² ഇൻറ്റു എസ് അല്ലേ, അപ്പോൾ s³ പ്ലസ് 25s മൈനസ് s³ മൈനസ് s ഡിവൈഡഡ് ബൈ s² പ്ലസ് 1 ഇൻറ്റു s² പ്ലസ് 25. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടുത്തെ s³ ക്യാൻസലായി പോയി, 25s മൈനസ് എസ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, 24s ഡിവൈഡഡ് ബൈ s². ഇവിടെ ഒരു 1/2 കൂടെ ഉണ്ട് അല്ലേ, അപ്പോൾ 1/2 24 കൂടെ കട്ട് ചെയ്ത് 12s ആയി. അപ്പോൾ നമുക്കത് മായിച്ച് കഴിഞ്ഞാൽ 12s divided by
എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 25. അപ്പോൾ ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t ഇൻറ്റു സൈൻ 3t എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് അടുത്ത ഫംഗ്ഷൻ സൈൻ ക്യൂബ് 2t ആണ്. അപ്പോൾ അതിനെ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ജസ്റ്റ് അതിനെ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ മാറ്റുക? 1/4 ഇൻറ്റു 3 സൈൻ എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ 2t ആണ്. സൈൻ 2t മൈനസ് സൈൻ 3x ആണ് വരിക. അപ്പോൾ ഇവിടെ എക്സിന് പകരം 2t ആണ്. അപ്പോൾ 3 ഇൻറ്റു 2t എന്ന് പറയുമ്പോൾ 60. അപ്പോൾ ഇതിനെങ്ങനെ റീപ്ലേസ് ചെയ്യാം? എന്നിട്ട് എന്ത് ചെയ്യുക, ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ക്യൂബ് 2t ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾ ശരിക്കും കാണുന്നില്ല അല്ലേ? അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ക്യൂബ് 2t എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് സൈൻ ക്യൂബ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 ഇൻറ്റു 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സൈൻ ക്യൂബ് 2tനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി എന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇതിന് ഇനി ഇത് ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടാൽ മതി. അപ്പോൾ നമുക്കുള്ള ആൻസർ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫസ്റ്റ് വൺ e−3t ഇൻറ്റു 2 cos 5t മൈനസ് 3 സൈൻ 5t. സെക്കൻഡ് വൺ e−3t ഇൻറ്റു സൈൻ സ്ക്വയർ ടി. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഇവിടെ e−3t അല്ലെങ്കിൽ സംതിങ് -80 എന്ന് പറഞ്ഞ ഫംഗ്ഷനായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? രണ്ട് പ്രോപ്പർട്ടികൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലീനിയറിറ്റി പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബൈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ആൻഡ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. By linearity and by first shifting property of Laplace transform, we have Laplace transform of e−3t into 2 cos 5t minus 3 sin 5t. അപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ ആദ്യം ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുക. എഴുതിയാൽ എന്ത് വരും? 2 കോൺസ്റ്റൻ്റ് ആണ്. 2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e−3t ഇൻറ്റു കോസ് 5t മൈനസ് 3 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e−3t ഇൻറ്റു സൈൻ 5t. അപ്പം ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് e−8t ഇൻറ്റു കോസ് ബീറ്റിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരുന്നു? എസിന് പകരം s−a വരും. അപ്പോൾ s−3 എന്ന് പറയുമ്പോൾ s+3 ആവും. ഡിവൈഡ് ബൈ ഇവിടെ 2 ഇൻറ്റു ഉണ്ട്. ഡിവൈഡ് ബൈ s²+a² ആണ്. അപ്പോൾ ഇവിടെ എസിന് പകരം s+3 ആവും. s+3 ഹോൾ സ്ക്വയർ പ്ലസ് 5² അല്ലേ, b² മൈനസ് 3 ഇൻറ്റു ഇവിടെ എന്ത് വരും? സൈൻ 5tൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് b/b എന്ന് പറയുന്നത് എത്രയാ? 5 ആണ്. 5/, എസിന് പകരം s−3 വരും. എന്ന് വെച്ചാൽ s+3 ഹോൾ സ്ക്വയർ പ്ലസ് b² എന്ന് പറയുമ്പോൾ 5. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഹിയർ a =-3 ആൻഡ് b =5. അപ്പോൾ ഏത് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എന്നിട്ട് റൂള് നമുക്ക് ഒന്ന് ലാസ്റ്റ് നോട്ട് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് നോക്കാം.
രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്കിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ 2s പ്ലസ് 3 × 2 6 മൈനസ് 5 × 3 15 ഡിവൈഡഡ് ബൈ s പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 25. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 2s മൈനസ് 6 മൈനസ് 15 എന്ന് പറയുന്നത് വരും -9 വരും. s പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 25. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം. ഇവിടെ ഓപ്പൺ ചെയ്യാം. s പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ s സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 പ്ലസ് 25. അപ്പോൾ എന്ത് വരും, s സ്ക്വയർ പ്ലസ് 6x പ്ലസ് 34 വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് പ്രോപ്പർട്ടി എവിടെ അപ്ലൈ ചെയ്തത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at × cos bt എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു s മൈനസ് a ബൈ s മൈനസ് a ഹോൾ സ്ക്വയർ പ്ലസ് b സ്ക്വയർ. അത് വരും. അതുപോലെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് ഏത് റൂളാണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at × sin bt ലാപ്ലേസ് ട്രാൻസ്ഫോം ആണുള്ള ഇക്വേഷൻ. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട്. അപ്പോൾ എസ് മൈനസ് ഇവിടെ ന്യൂമറേറ്ററിൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആണ് വരിക. വെച്ചാൽ ബി ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഈ റൂളാണ് നമ്മൾ ഇവിടെ രണ്ടിടത്തും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ആണ് നമ്മൾ ഈ ഫംഗ്ഷനിൽ എന്ത് ചെയ്യുക, ആദ്യം എന്ത് ചെയ്യുക, സൈൻ സ്ക്വയർ ടീനെ നമ്മൾ ജസ്റ്റ് റീപ്ലേസ് ചെയ്യാം. സൈൻ സ്ക്വയർ ടി എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. സൈൻ സ്ക്വയർ ടി എന്ന് പറയുന്നത് എന്താ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഒക്കെ ശരിക്കും അറിഞ്ഞിരിക്കുക. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1/2 × 1 - cos 2x ആണ്. അപ്പോൾ ഇവിടെ ടി ആയതുകൊണ്ട് cos 2t. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ലീനിയറിറ്റി പ്രോപ്പർട്ടിയും ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു, അതേ മോഡലിൽ അടുത്ത ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ t+1 ഹോൾ സ്ക്വയർ × e⁻t. സെക്കൻഡ് ഫംഗ്ഷൻ sin h 2t × sin 3t. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് കാണാനായിട്ട് എന്ത് ചെയ്യുക, ആദ്യം നമുക്കിവിടെ വേണമെങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t+1 ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാം. ബൈ ലീനിയാരിറ്റി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t+1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, എന്ത് വരും, t² പ്ലസ് 2t പ്ലസ് 1. അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക ഇവിടെ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t² പ്ലസ് 2 × ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 വിച്ച് ഈസ് ഈക്വൽ ടു t² ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ, 2 ഫാക്ടോറിയൽ ബൈ s പവർ 2 + 1 എന്ന് പറയുമ്പോൾ 3 പ്ലസ് 2 × ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t എന്ന് പറയുന്നത് 1/s² പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് 1/s. പിന്നെ എന്ത് ചെയ്യുക, അപ്പോൾ ഈ t+1 ഹോൾ സ്ക്വയറിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കിട്ടി. അപ്പോൾ ഇനി ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, വെച്ചിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻t × f(t)ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെന്ന് നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻t ×
t+1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വരും എസ് ഉള്ളിടത്തൊക്കെ ഈ ഫംഗ്ഷനിൽ എസ് ഉള്ളിടത്തൊക്കെ എന്താവും എസ് മൈനസ് ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. അതോ അപ്പോൾ നമുക്കിതിനെ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് അല്ല എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് എഴുതാം കേട്ടോ. അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? എല്ലാത്തിനും ഡിനോമിനേറ്റർ എസ് ക്യൂബ് ആക്കുകയാണ്. എസ് ക്യൂബ് ആക്കിയാൽ ഇവിടെ നമുക്ക് 2 തന്നെ, ഇവിടെ ഒരു എസിൻ്റെ കുറവുണ്ട്, അപ്പോൾ 2s. ഇവിടെയാണ് എസ് സ്ക്വയറിൻ്റെ കുറവുണ്ട്, അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്ന് പറയും. അപ്പോൾ ഇതിൽ എസ് ഉള്ളിടത്തൊക്കെ എന്ത് ചെയ്യുക? എസ് മൈനസ് എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 80 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ 1t ആണ്. അപ്പോൾ എസ് ഉള്ളിടത്തൊക്കെ എസ് മൈനസ് 1 കൊടുക്കുക. അപ്പോൾ ഞാനിത് ഓർഡറിൽ ഇങ്ങനെ നേരെ തിരിച്ച് എഴുതാൻ പോവാണ്. എസ് സ്ക്വയറിന് പകരം എസ് മൈനസ് 1 ഹോൾ സ്ക്വയർ 2 ഇൻറ്റു എസ് മൈനസ് 1 പ്ലസ് 2. ഇതൊന്ന് തിരിച്ചെഴുതുന്നുള്ളൂ കേട്ടോ. എസ് മൈനസ് 1 ഹോൾ ക്യൂബ്. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എസ് മൈനസ് എസ് സ്ക്വയർ മൈനസ് 2s പ്ലസ് 1 പ്ലസ് 2s മൈനസ് 2 പ്ലസ് 2. ഇത് രണ്ടും ക്യാൻസലായി പോയി. 2sഉം 2sഉം പോയി. എസ് സ്ക്വയർ പ്ലസ് 1 ഉള്ളൂ അല്ലേ? എസ് മൈനസ് 1 ഹോൾ ക്യൂബ്. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് മൈനസ് 1 ഹോൾ ക്യൂബ് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ പവർ ടി ഇൻറ്റു t+1 ഹോൾ സ്ക്വയറിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ രണ്ടും ട്രിഗണോമെട്രിക് ഫംഗ്ഷനല്ല, ഒന്ന് ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ്. sin h2t എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് നമ്മൾ മാറ്റി എഴുതാം. sin h2t, we know that sin h2t ഈക്വൽ ടു എങ്ങനെ എഴുതാം? sin hx എങ്ങനെ എഴുതുന്നത്? നമ്മൾ 1/2 ഇ പവർ എക്സ്, അതിന് എക്സിന് പകരം 2t ആണ്. ഇ പവർ 2t മൈനസ് ഇ പവർ മൈനസ് 2t. അപ്പോൾ ദെൻ ബൈ ഇനി ലീനിയറിറ്റി പ്രോപ്പർട്ടിയും ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ദെൻ ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആൻഡ് ലീനിയറിറ്റി പ്രോപ്പർട്ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin h2t ഇൻറ്റു sin 3t ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 2t minus e power minus 2t by 2 into sin 3t. അപ്പോൾ ഇനി ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. പിന്നെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e power 2t into sin 3t minus e power Laplace transform of e power minus 2t into sin 3t. അപ്പോൾ ഇതിന് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഇ പവർ 2t ഇൻറ്റു സൈൻ 3t ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് വരും? ഇവിടെ സൈനിൻ്റെ ഇവിടെയുള്ള വാല്യൂ ആണ് 3 എസിന് പകരം എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ മൈനസ് ഇവിടെ 3 എസ് മൈനസ് മൈനസ് 2 എന്ന് പറയുമ്പോൾ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 1/2 ഇൻറ്റു ഇവിടെ വേണമെങ്കിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെയ്യാം. 3 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 2 4 മൈനസ് 3 ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 4s പ്ലസ് 4 ഡിവൈഡ് ബൈ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എസ് സ്ക്വയർ അല്ലെ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ
പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അപ്പോൾ ഇതിൽ ക്യാൻസലാക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ഈ എസ് സ്ക്വയറും ഇതും പോയി, ഇവിടെ മൈനസും മൈനസും ആയിട്ട് പ്ലസ് ആയി പോകും, ഇവിടെ 4ഉം -4 വരും. അപ്പം ബാക്കി എന്തുണ്ട്? ബാക്കിയാകെ ന്യൂമറേറ്ററിൽ കുറച്ച് വാല്യൂസേ ഉള്ളൂ, ഡിനോമിനേറ്ററിലുള്ളത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ന്യൂമറേറ്ററിൽ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ 3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 12 വരും, ഇവിടെ മൈനസ് മൈനസും പ്ലസ്, ഇവിടെയും 12 24s. ബാക്കിയെല്ലാം ക്യാൻസലായിപ്പോയി അല്ലേ? 24s ഡിവൈഡഡ് ബൈ ഇത് വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം എന്ത് വരും? എസ് സ്ക്വയർ മൈനസ് 4s പ്ലസ് 4 പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 അല്ല, 9 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 13 വരും, ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 9 13. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് ഇവിടെ 12s ആയി, വിച്ച് ഇസ് ഈക്വൽ ടു 12s ഡിവൈഡഡ് ബൈ ഈ ഫംഗ്ഷൻ എഴുതാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ഞാൻ മാത്രം എഴുതാം. s⁴ പ്ലസ് 10s സ്ക്വയർ പ്ലസ് 169. ഇതാണ് ആൻസർ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ്, നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്യണം. ഓരോ ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, അടുത്ത ഓരോ ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, അടുത്ത ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അങ്ങനെ കുറേ ക്യാൻസലായി പോകാനുണ്ടാവും, കാരണം ഇവിടെ കുറേ സെയിം ടേമുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച പ്രോപ്പർട്ടീസിൽ അധികവും നമ്മൾ യൂസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻസിയേഷനും അതുപോലെ ഇൻ്റഗ്രേഷനും, ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനുമാണ് പഠിക്കാൻ പോകുന്നത്.